ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറുപ്പത്തക്കാരത്തിൻ്റെ വീഡിയോ ആണ്. എൻ്റെ കസിൻ്റെ വൈഫിൻ്റെ കറുപ്പത്തക്കാരാണ്. കറുപ്പത്തക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണീനെ 7-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതിനെയാണ് കറുപ്പത്തക്കാരെന്ന് പറയുന്നത്. നമ്മളെ നാട്ടിൽ അങ്ങനെയാണ് പറയുക. മറ്റുള്ള സൈഡിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളെ ഭാഗത്തൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇത് അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ചെക്കൻ്റെ വീട്ടുകാരാണ് കേട്ടോ. അപ്പോൾ അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് ആദ്യം കൂട്ടിക്കൊണ്ടുവരും. അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അമ്മായിൻ്റെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ ഇവിടെയൊക്കെ പെണ്ണിൻ്റെ വീട്ടിലാണ് ചെക്കൻ താമസിക്കുക. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ സാധാരണ ഈ ചടങ്ങ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കലാണ് എല്ലാ സൈഡിലും. നമ്മളിവിടെ മറ്റു മതങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പെണ്ണിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് കൊണ്ട് ആദ്യം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കി അതിന് ശേഷമാണ് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച 10 ദിവസം നിൽക്കും. ഇപ്പം അമ്മായി ജോലി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ലീവുള്ള ദിവസമാണ് ഇത് ചെയ്യുന്നത്. അപ്പം വെള്ളിയാഴ്ചയാണ് അവരിങ്ങോട്ടേക്ക് കൊണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഞായറാഴ്ചയാണ് അങ്ങ് കൊണ്ടാക്കുന്നത്. അപ്പം ഞാൻ 2 വീഡിയോയും കൂടി ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം 2 വീഡിയോ ആയിട്ട് ഇടണ്ടെന്ന് വെച്ചു. രണ്ടും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടാക്കുന്നതും അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടാക്കുന്നതും രണ്ടും ഉണ്ട്. അപ്പം ഫസ്റ്റിൽ കണ്ടത് അവരിങ്ങോട്ട് കയറി വരുന്നതാണ്. അമ്മായിൻ്റെ വീട്ടുകാരും ഇങ്ങോട്ട് കയറി വരുന്നതാണ് കണ്ടത്. അപ്പോൾ നമ്മൾ അവർക്ക് കുടിക്കാനൊക്കെ കൊടുത്തു. അതിനുശേഷം ഫുഡൊക്കെ സെറ്റ് ചെയ്യാണ്. സാധാരണ ഈ ചടങ്ങിൽ 2-3 ആൾക്കാരെ കൊണ്ടാക്കുകയുള്ളൂ. അങ്ങനെ ഇങ്ങോട്ട് വരുന്നതായാലും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിലും കുറച്ച് ആൾക്കാർ മാത്രമേ പോകൂ. 2-3 ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ടും 2-3 ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ടുമാണ് പോവാറ്. പക്ഷേങ്കിൽ ഇതിപ്പം ഒരു വലിയ ഫംഗ്ഷനായിട്ട് വെച്ച കാരണം ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് സൽക്കാരമൊന്നും വെച്ചിട്ടുണ്ടായിട്ടില്ല. സൽക്കാരം വെച്ച സമയത്തായിരുന്നു നമ്മൾ ഉണ്ടായത്. അപ്പോൾ പിന്നെ ക്ഷീണവും ഛർദിലുമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചത്. അപ്പോൾ അത് ഇങ്ങനെ കറുപ്പത്തക്കാരത്ത് നന്നായി ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണിത് വലിയ ഫംഗ്ഷനാക്കിയിട്ട് വെച്ചത്. അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനെ വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടി ഒരു പരിപാടി വെച്ചതാണ്. അപ്പോൾ ഇവിടെ നിന്നും ഇതുപോലെ തന്നെ ആൾക്കാർ അങ്ങോട്ടും പോയിട്ടുണ്ട്. ഫുഡ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പന്തിയിൽ അണങ്ങന്മാരൊക്കെ ഇരുന്നു. അതിന് ശേഷമാണ് പെണ്ണുങ്ങന്മാർ ഇരിക്കുന്നത്. അവർക്ക് വേണ്ടി വിളമ്പി വെച്ചതാണ്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ നടുക്ക് സേറയും പോയിട്ട് ഇരുന്നിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കറുപ്പത്തക്കാരത്തിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ സാധനമാണ്. കുഞ്ഞിക്കലത്തപ്പവും അതിൻ്റെ പണ്ടവും. ഇത് രണ്ടുമാണ് മെയിൻ. ഇതെല്ലാവരും കഴിക്കണം എന്നാണ് പറയുക. ഇതാണ് മെയിനായിട്ട് ഉണ്ടാക്കി വെക്കുക. അപ്പം അമ്മായി കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നത്, നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊന്നും പെട്ടിയിലാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിലുണ്ടായിരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞത് പിന്നെ മാക്സിയാണ് അമ്മയ്ക്ക് വേണ്ടുന്നത്. 2-3 മാക്സി, പാവാട, ഇന്നോവിയേഴ്സ്, പിന്നെ ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയുള്ളൊരു ചപ്പൽ, ഹവായി. പിന്നെ ഇവിടെ നമ്മൾ കൊണ്ടാക്കുമ്പം അമ്മയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിന്, അത് ചെരുപ്പ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പുറത്ത് പോകുമ്പോൾ ഹോസ്പിറ്റലിലെല്ലാം പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ല 2-3 ചുരിദാറുകൾ, പിന്നെ കുറേ അലക്കുന്ന സോപ്പ് കാര്യങ്ങൾ. അപ്പം നമ്മളിത് പോകാൻ വേണ്ടി ഇറങ്ങി. ഇതെൻ്റെ മൂത്തമ്മേൻ്റെ മോളാണ്. സേറാൻ്റെ 1 മാസത്തിന് ഇളയതാണ്. അത് നമ്മൾ കാർ കയറി ഇരുന്നപ്പോൾ കുറച്ച് വീഡിയോ എടുത്തതാണ്. അപ്പം പിന്നെ പെട്ടിയിൽ വേറെ ഉള്ളത് കുട്ടിത്തുണിയാണ്. കുട്ടിത്തുണി എന്ന് പറഞ്ഞാൽ കുട്ടീനെ പ്രസവിച്ച് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് പിടിക്കാൻ വേണ്ടി കുട്ടീനെ പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തുണി. പിന്നെ പുടയാണ്. പുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നമ്മൾ ചുറ്റിക്കെട്ടുന്ന തുണിയാണ്. ഇത്രയും ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. എന്തെങ്കിലും വിട്ടുപോയിനോന്ന് ഓർമ്മയില്ല. അപ്പോൾ ഇത്രയാണ്. അതൊക്കെ പാക്ക് ചെയ്തതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെയാണ് ആലോചിച്ചത്, പെട്ടി കാറിലെടുത്ത് വെക്കുമ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ട്രാവലിൽ. അവർ വന്ന് കയറിയതൊന്നും ആൾക്കാർ വന്നതൊന്നും
വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ ട്രാവലിൽ കയറുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ കാറ് കയറുമ്പോഴാണ് വീഡിയോയുടെ ഓർമ്മ വന്നത്. അപ്പോൾ അവരൊക്കെ എത്തി, അമ്മേൻ്റെ വീട്ടിൽ നമ്മളിപ്പോൾ എത്തി. അവരൊക്കെ ട്രാവലിൽ ഇറങ്ങിയിട്ട് ഞാനാണ് ഏറ്റവും ആദ്യം നടക്കുന്നത്. അപ്പം സെൽഫി ക്യാമറ എടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സ്റ്റിക്ക് എടുത്തില്ല, കയ്യിൽ പിടിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ കയറിയപാട് ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ ജയറിയും സിദ്രയെല്ലാം കൂടി അതിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് ആടാൻ തുടങ്ങി. സിദ്ര എൻ്റെ മൂത്തമ്മൻ്റെ മോളാണ്. അപ്പോൾ എല്ലാവരും കയറിയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പെട്ടിയിലാണ് എല്ലാ ഡ്രസ്സും നിറച്ച് വെച്ചിരിക്കുന്നത്. അതാണ് ആ വീഡിയോ ആണ് മിസ്സായിപ്പോയത്, എടുക്കാൻ പറ്റാതിരുന്നത്. എല്ലാവരും വന്നിരുന്നു, എല്ലാവർക്കും കുടിക്കാനൊക്കെ കിട്ടി. പിന്നെ നമ്മൾ മുകളിലാണ് അമ്മേൻ്റെ റൂം. അപ്പം അമ്മേൻ്റെ റൂമിലേക്കാണ് കയറുന്നത്. അപ്പോൾ എല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇരുന്നു. പിന്നെ അവിടെ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ബാൽക്കണിയിൽ പോയിരുന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് തരാം, ലാസ്റ്റ് ഇടാം. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് അടിക്കാനുള്ള തയ്യാറെടുപ്പിലായി. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം വേണ്ടുന്ന ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി അവിടെ ഇരുന്ന് കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ എല്ലാവരോടും യാത്ര ചോദിച്ചിറങ്ങി. ഇറങ്ങുന്നതിന് മുന്നേ ഉമ്മക്ക് പൈസ കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. അതായത് 7-ാം മാസം കൊടുക്കുന്നതെന്ന്, വിറകിൻ്റെ പൈസ എന്നെങ്ങാനാണ് ഉമ്മ പറഞ്ഞത്. അതിനെപ്പറ്റി എനിക്കറിയില്ല അത്ര വലുതായിട്ട്. വിറക് ഇറക്കാൻ വേണ്ടി, അതായത് നമ്മൾ കുളിപ്പിക്കണമെങ്കിൽ വെള്ളം ചൂടാക്കാനുള്ള വിറക് പണ്ടത്തെ ഒരു ആചാരമാണ്, അതിപ്പോഴും ശീലിച്ചു വരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മളിറങ്ങി. ലാസ്റ്റ് അവരുടെ വീഡിയോയും കൂടി എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഞാനപ്പോൾ എടുത്തതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.